വെൽക്കം ബാക്ക് ടു ഡൈൻ വിത്ത് ആൻ. ഇന്ന് നമുക്ക് സോസേജ് സ്റ്റിർ ഫ്രൈ എങ്ങനെ ഉണ്ടാക്കുന്ന നോക്കിയാലോ. ഇതൊരു സ്റ്റാർട്ടർ ആയിട്ടോ അല്ലെങ്കിൽ സ്നാക്ക് ആയിട്ടോ അതല്ലാന്നുണ്ടെങ്കിൽ ചോറ് ചപ്പാത്തി ഇതിൻ്റെയൊക്കെ കൂടി ഒരു സൈഡ് ഡിഷ് ആയിട്ടൊക്കെ സെർവ് ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി ഡിഷാണ്. ഞാനിവിടെ ഒരു പാനിലേക്ക് 2 ടേബിൾ സ്പൂൺ ഓയിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതൊന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് 3 സവാള പൊടിയായിട്ട് എരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ 2 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി പൊടിയായിട്ട് എരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കാം. നമുക്കിനി ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്ക് ഞാൻ കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ സവാള പെട്ടെന്ന് തന്നെ ഒന്ന് വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. സവാളയും വെളുത്തുള്ളിയൊക്കെ ഒന്ന് ചെറുതായിട്ട് കളർ മാറി വരുന്നത് വരെ നമുക്കൊന്ന് വഴറ്റിയെടുക്കണം. ഒരുപാട് മൂത്ത് പോകേണ്ട ആവശ്യമില്ല. ഇനി നമുക്ക് ഇതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. നമ്മൾ എരിവിന് വേണ്ടിയിട്ട് വേറെ ഒന്നും ചേർക്കുന്നില്ല, കുരുമുളക് മാത്രമാണ് നമ്മൾ ചേർക്കുന്നത്. ഇനി ഇത് ചെറുതീയിൽ വെച്ചിട്ട് നമുക്കൊന്ന് വഴറ്റിയെടുക്കണം. കുരുമുളക് നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/4 കിലോ സോസേജ് ആണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ഞാനൊരു പോർക്ക് സോസേജ് എടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. സോസേജിൽ ഓൾറെഡി തന്നെ ഉപ്പുണ്ടാവും. അതേപോലെ തന്നെ ഓരോ സോസേജിന്റെ വെറൈറ്റി അനുസരിച്ചിട്ട് അതിൽ മസാലയൊക്കെ ഉണ്ടാവും. അപ്പോൾ അതനുസരിച്ചിട്ട് കൂടി നമുക്ക് എരിവ് അഡ്ജസ്റ്റ് ചെയ്യാം. അപ്പം ഞാനിവിടെ എക്സ്ട്രാ ഉപ്പൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല. സവാളയ്ക്ക് വേണ്ടി മാത്രമാണ് കുറച്ച് ഉപ്പ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ഞാനിത് മൂടി വെച്ചിട്ട് 1 മിനിറ്റ് ചെറുതീയിൽ വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കുന്നുണ്ട്. ഇത് വേവിക്കാതെ അല്ലെങ്കിൽ ഫ്രൈ ചെയ്യാതെയാണ് ഞാൻ ചേർത്ത് കൊടുത്തിരുന്നത്. അത് കാരണമാണ് ഒന്ന് മൂടി വെച്ചൊന്ന് വേവിച്ചത്. ഇനി നമുക്കിതൊന്ന് തുറന്നു നോക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോഴേക്കും ഏകദേശം ഒരു പകുതി വേവായിട്ടുണ്ടാവും സോസേജ്. ഇനി നമുക്ക് ഹൈ ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ടത് വേവിച്ചെടുക്കണം. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പൊ സോസേജ് ഒക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് ചെറുതീയിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഇത് ഒരുപാട് മൂപ്പിച്ച് പോകാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. ആ സോസേജ് നമ്മൾ ഞെക്കി നോക്കുമ്പോൾ അതിന് സോഫ്റ്റ്നെസ് ഉണ്ടാവണം. എന്നാൽ മാത്രമേ അതിന് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. എന്നാൽ വെന്തിട്ടുണ്ടാവണം. ആ ഒരു സ്റ്റേജ് വരെ വേണം നമ്മളൊന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ. ഇനി അതിൻ്റെ മീതെ ഞാൻ കുറച്ച് ഒറിഗാനോ ഒന്ന് തൂവി കൊടുക്കുന്നുണ്ട്. അതിഷ്ടമല്ല എന്നുള്ളവർക്ക് സ്കിപ്പ് ചെയ്യാട്ടോ, കുഴപ്പമൊന്നുമില്ല. ഇനി ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇത്രേ ഉള്ളൂ. നമ്മുടെ സിമ്പിൾ ആയിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ള സോസേജ് സ്റ്റിർ ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. എല്ലാവർക്കും ഇഷ്ടമാവും. വീഡിയോ ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ കേട്ടോ. ഒപ്പം കാണുന്ന ബെൽ ബട്ടൺ കൂടി പ്രസ് ചെയ്യാനായിട്ട് മറക്കരുത്. അതിലെ ഓൾ എന്നുള്ള ഓപ്ഷൻ ഇനേബിൾ ചെയ്യാൻ മറക്കരുത്. വീണ്ടും വേറൊരു അടിപൊളി റെസിപ്പി ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.